ഹലോ, പ്രീ മാർക്കറ്റ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നാളത്തെ പ്രീ മാർക്കറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. അതുപോലെ ഇന്ന് മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായി എന്നുള്ളതും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സെൻസെക്സിനെയാണ്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സെൻസെക്സിനെയാണ്. അതിൽ തന്നെ സെല്ലിങ്ങിനുള്ള ഓപ്ഷനുകളും ഓപ്പർച്യൂണിറ്റികളും അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത് കേട്ടോ. അതുപോലെ തിങ്കളും ചൊവ്വി നിഫ്റ്റീനെ. അപ്പോൾ നമുക്ക് സെൻസെക്സിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റേതായ ഒരു ഐഡിയയിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് മുമ്പ് ആദ്യമായിട്ട് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവായിട്ട് നിൽക്കുന്നത് അതൊന്നും നാളത്തെ നമ്മുടെ ഒരു മാറ്റർ അല്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒരു കൺസിഡർ ചെയ്യാമെന്നുള്ളൊരു കാര്യം കേട്ടോ. ഞാൻ എപ്പോഴും പ്രീ മാർക്കറ്റിൽ പറയാറുണ്ട്, ഒരു 70% നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യണത് മാർക്കറ്റിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റിനെ അതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജീനെ വെച്ചിട്ടൊക്കെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യണത്. ബാക്കി 30% കാര്യങ്ങളാണ് ഔട്ട് സൈഡ് വരണുള്ളൂ. ആ 30 തന്നെ ചില ടൈമുകളിൽ യുദ്ധം, അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അമേരിക്കയിലുണ്ടാവണ ഫഡിൻ്റെ മീറ്റിങ്ങുകൾ കാര്യങ്ങൾ വരുമ്പോൾ, പിന്നെ നമ്മുടെ ബഡ്ജറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേ വരുള്ളൂ. അല്ലാത്ത കാര്യങ്ങളിൽ അതിനുള്ള അത്രയധികം പ്രാധാന്യം കൊടുക്കണ്ട. അതാണ് സെൻസസ് പഠിച്ചിട്ട് ചെയ്യണവർക്ക് കേട്ടോ. അതായത് പഠിച്ചിട്ട് ചെയ്യണവർക്ക്, സെൻസസിനെ കുറിച്ചിട്ട് മാർക്കറ്റിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ച് ചെയ്യണവർക്ക് അത്രയ്ക്കും പ്രാധാന്യം കൊടുത്താൽ മതി. അതായത് ബിഗിനേഴ്സായി വന്ന് അതിനുശേഷം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ, മാർക്കറ്റിൻ്റെ അതായത് ട്രേഡിങ്ങിന് ഒരു മെക്കാനിസം ഉണ്ട്. ട്രേഡിങ് മെക്കാനിസം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യണവർക്കുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവായിട്ട് നിൽക്കുന്നത് നമ്മളിപ്പോൾ 24,034 എന്ന റേഞ്ചിൽ അവസാനിച്ചിട്ട് നമ്മളൊരു 150 പോയിൻ്റിൻ്റെ വ്യത്യാസം ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കാണിക്കുന്നുണ്ട്, പോസിറ്റീവ്നെസ്. അതുപോലെ തന്നെ ഡോ ജോൺസ് ഫ്യൂച്ചറും എല്ലാതും പോസിറ്റീവിലാണ് നിൽക്കുന്നത്. നിക്കിയായി പോസിറ്റീവിൽ തന്നെ അവസാനിച്ചുള്ളത്. ഓക്കെ, ജർമ്മൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഫ്രാൻസ്, ഇപ്പോൾ UK, ലണ്ടൻ മാത്രമാണ് നെഗറ്റിവിറ്റിയിൽ നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കണമെന്ന് മാത്രം. അതിനും കൂടുതൽ നമ്മളതിന് പ്രാധാന്യം കൊടുക്കുന്നു വേണ്ട. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കണ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിന്ന് BSEയുടെ കാര്യമാകുമ്പോൾ BSEയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ സെൻസെക്സിൻ്റെ കാര്യം ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കഴിഞ്ഞാൽ സെൻസെക്സ് ഇന്ന് നെഗറ്റിവിറ്റിയിലാണ് നിന്നുള്ളത്. അപ്പോൾ അതിൽ തന്നെ മെയിനായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് മാത്രം. ഓക്കെ, മെയിനായിട്ടുള്ള ഏരിയ പറഞ്ഞത് 77,000 കോൾ ഓപ്ഷനും 77,000 പുട്ട് ഓപ്ഷനും നല്ല രീതിയിൽ OI ബിൽഡിങ് കാണാനുണ്ട്. ഓക്കെ, രണ്ടിനും സെല്ലിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ട് തന്നെയാണ് ഇത് മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അതിൽ തന്നെ 78,000 കോൾ ഓപ്ഷൻ കണ്ട. 78,000 കോൾ ഓപ്ഷന് നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. 78,000, 77,800 കോൾ ഓപ്ഷൻ, അതിനും നല്ല റെസിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ അടിയിലേക്ക് വരുന്ന സപ്പോർട്ട് 76,500 പുട്ട് ഓപ്ഷനും അതിനുശേഷം 77,000 പുട്ട് ഓപ്ഷനും സപ്പോർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇതാണ് ഇന്നത്തെ ട്രേഡ് ചെയ്ത വാല്യൂ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഐഡിയ കേട്ടോ. അപ്പോൾ നാളേക്ക് പോസിറ്റീവ്നെസ്സിനുള്ള ചാൻസ് നമുക്ക് കുറച്ച് പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, ഈ ഗ്ലോബലിൻ്റെ കാര്യങ്ങൾ നോക്കി പിന്നെ മാർക്കറ്റിലുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. ബാക്കി പിന്നെ നാളെ മാർക്കറ്റ് തുറക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് പിക്ചർ കിട്ടുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് സെൻസസിൽ ഏതൊക്കെ സപ്പോർട്ടും റെസിസ്റ്റൻസും വരാമെന്നുള്ളതൊന്ന് നോക്കാം. നമുക്ക് ആദ്യം മേജറായി വരുന്ന സപ്പോർട്ടും മേജറായിട്ട് വരുന്ന റെസിസ്റ്റൻസിനെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വീക്കിൽ വന്നിട്ടുള്ള സപ്പോർട്ടിനെ നോക്കിയിട്ട് നമുക്ക് മേജറായിട്ടുള്ളതിനെ ഇതാക്കാം. ഇതിപ്പോൾ എനിക്ക് നല്ല കേട്ടോ, ആർക്കായാലും പഠിച്ച് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടി കഴിഞ്ഞാൽ വെച്ചെങ്കിൽ മേജറായിട്ടുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസൊക്കെ ചെയ്യാവുന്നതുള്ളൂ. പിന്നെ എപ്പോഴും മാർക്കറ്റിൽ അറിയാമല്ലോ, സപ്പോർട്ടിലും റെസിസ്റ്റൻസിലും വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ലോ വരുമ്പോൾ എപ്പോഴും ഒരു 100 പോയിൻ്റ്, സെൻസസിലൊക്കെ 100-150 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് മാറും. അത് കാരണമാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവണത് കേട്ടോ.
അതായത് ചാർട്ടിൽ കാണുമ്പോൾ ഹൈ കയറി അടുത്ത ക്യാൻഡിൽ വരുമ്പോൾ, അതായത് ഇങ്ങനെ കയറി അടുത്ത ഹാൻഡിൽ വരുമ്പോൾ ഉണ്ടാവണ ആ ഹൈയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്പയറി ഡേയുടെ അന്നൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാവണ ഒരു പ്രത്യേക മൂവ്മെൻറ്റാണ്. അപ്പോൾ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്താൽ നോക്കാം നമുക്ക് കേട്ടോ. സപ്പോർട്ട് ഓക്കെ, സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അതിനെ പച്ചയിൽ കൊടുത്താൽ മതി. ഓക്കെ, മെയിനായിട്ടുള്ള സപ്പോർട്ടും മെയിനായിട്ടുള്ള റെസിസ്റ്റൻസ് കിട്ടാം. ഇത് രണ്ടാണ് മെയിനായിട്ടുള്ള അത് വരുന്നത്. ഈ റേഞ്ച് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ അവിടെ നോക്കിയാൽ കണ്ടതിൽ ജസ്റ്റ് രണ്ടാമത്തെ സെക്ഷനായിട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ 78,000 കണ്ടുണ്ടാവും. ഓക്കെ, പിന്നത്തെ മെയിനായിട്ടുള്ള സപ്പോർട്ട് 76,500. ഇതൊക്കെ സൈക്കോളജിക്കൽ ലെവലുകളാണ്. അത് കാരണം കൊണ്ടാണ് അവിടെ ഓപ്പൺ ഇൻട്രസ്റ്റും കാര്യങ്ങളും വരുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അവിടെ ഒരുപാട് ആൾക്കാർക്ക് അതിന്, അതായത് കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ 0 ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അവിടെ അത്രയധികം ബൈയിങ് വന്ന കാരണമാണ് അതിനനുസരിച്ച് സെല്ലിങ് വന്നുള്ളത്. അത് പിന്നെ അറിയാലോ, ബൈയിങ്ങിൻ്റെ പ്രീമിയം മേടിക്കുന്നവരാണ് സെല്ലിങ്കാർ. അപ്പോൾ അവിടെ അത്ര ഇൻട്രസ്റ്റ് വന്ന കാരണം കൊണ്ടാണ് സെല്ലിങ്കാർ അതിനെ മേടിച്ചിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവർ അവിടെ നിന്ന് താവാതെ മാർക്കറ്റിനെ എന്തായാലും പ്രൊട്ടക്റ്റ് ചെയ്യും. അതാണ് ഒരു സിനാരിയോ കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ മെയിനായിട്ട് കാണുന്ന സ്ഥലം 77,000. 77,000 നമ്മൾ മെയിനായിട്ട് പോയിൻ്റായിട്ട് കാണട്ടാന്ന്. ഇവിടെ നിന്ന് മാർക്കറ്റ് പിടിച്ച് കയറി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ പിന്നെ അപ്പ് സൈഡ് മൂവ്മെൻറ്റിനുള്ള കാര്യങ്ങളാണ് പിന്നെ നോക്കേണ്ടത്. ഓക്കെ, ഇത് അതുപോലെ തന്നെ ഒരു മെയിനായിട്ടുള്ള ഇതാണ് കേട്ടോ. ഇത് ഇവിടുന്ന് സപ്പോർട്ട് എടുക്കണില്ല വിചാരിക്കുക. 77 കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് പിടിച്ച് നിൽക്കണില്ല വെച്ചെങ്കിൽ നമ്മളിതിനെ കാണേണ്ടത് ഒരു റിസ്ക് ഏരിയ ആയിട്ട് കാണണം. ഇത് പൊട്ടി കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗണിലേക്ക് പോകുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യണം കേട്ടോ. അതായത് അപ്പ് മൂവ്മെൻറ്റ് പ്ലാനിങ് കാര്യങ്ങൾ ചെയ്യേണ്ടി വെച്ചെങ്കിലും അതിന് ശേഷം മാർക്കറ്റ് വന്ന് ഇതിന് മാർക്ക് ചെയ്ത് കവർ ചെയ്ത് പോകുന്നു വെച്ചെങ്കിൽ നമ്മൾ കെയർ ചെയ്യണം. കോൾ ഓപ്ഷൻ ചെയ്തവർ നല്ല രീതിയിൽ കെയർ ചെയ്യണം, ബൈ ചെയ്യുന്നവർ കേട്ടോ. പുട്ട് ഓപ്ഷൻ ചെയ്യുന്നവർക്ക് അടിയിലേക്ക് ഓപ്ഷൻ നോക്കാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിനാരിയോ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മുകളിലേക്ക് നോക്കണമെന്ന് വെച്ചെങ്കിൽ 27,350 എന്നുള്ള റേഞ്ച് ഒരു മെയിൻ ഏരിയ ആണ് കേട്ടോ. അവിടെ മാർക്കറ്റ് അവിടെ നിന്ന് സസ്റ്റെയിൻ ചെയ്ത് കയറണം വെച്ചെങ്കിൽ പിന്നെ അടുത്ത ഏരിയ വരുന്നത് 800 ഒരു മെയിനായിട്ടുള്ള ഇതാണ്. ബ്ലോക്ക് വരണ്ടേ, റെസിസ്റ്റൻസ് വരണ്ടേ, അത് നോട്ട് ചെയ്ത് വയ്ക്കണം. എണ്ണൂറ് നോക്കണം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ഒരു പോയിൻ്റാണ് 540 എന്നുള്ള റേഞ്ച്. 520 എന്നൊക്കെയുള്ള റേഞ്ച് ഒരു
റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. അപ്പോൾ ഈ ഇത്ര കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇതിലെന്താ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ നാളത്തെ മൂവ്മെൻറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യണവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെവലുകളിൽ വെച്ചിട്ട് വേണം നോക്കാനായിട്ട്. പക്ഷേ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമുള്ളൂ. അത് കാരണം കൊണ്ട് എക്സ്പയറിക്കുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ടൈം ഡേക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. മൂവ്മെൻറ്റ് നല്ല രീതിയിലുണ്ടെങ്കിൽ മാത്രമാണ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ സെൻസസുകളൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുള്ളൂ. അതായത് മൂവ്മെൻറ്റും ക്യാച്ച് ചെയ്യാൻ പറ്റണം. അതായത് സ്പീഡായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബൈയിങ് അല്ലെങ്കിൽ പുട്ട് ഓപ്ഷനായാലും കോൾ ഓപ്ഷനായാലും ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല വെച്ചെങ്കിൽ ട്രാപ്പിൽ പെടും. ട്രാപ്പിൽ പെട്ടാൽ പിന്നെ ടൈം ഡേക്കിൽ നമ്മുടെ ഫണ്ട് മുഴുവൻ അവരെടുത്ത് കൊണ്ടുപോകട്ടെ. അപ്പോൾ ഇതാണ് മേജറായിട്ടുള്ള ലെവലുകൾ. ഇത് എല്ലാവരും ഒന്ന് നോക്കി വെച്ചോട്ടാ. നാളെ മാർക്കറ്റ് അപ്പിനുള്ള ചാൻസ് എന്ന് വെച്ചെങ്കിൽ അപ്പിൽ ഉണ്ടാവണം. ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ നിൽക്കണം. അതിനുശേഷം മാർക്കറ്റ് ജസ്റ്റ് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ 350 കയറിയിട്ട് മാർക്കറ്റ് നിൽക്കണമെന്ന് വെച്ചെങ്കിൽ അടുത്ത പൊസിഷൻ വെച്ചിട്ട് 2 ദിവസത്തിനുള്ളിൽ 500 വരെ എത്താനും ഉള്ള ഒരു പോസിബിലിറ്റിയാണ് കാണുന്നത് കേട്ടോ. ഓക്കെ, 700-800 വരെ പോകാം. അത് നമുക്ക് മാർക്കറ്റ് നോക്കിയിട്ട് മനസ്സിലാക്കാം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സപ്പോർട്ടും മെയിനായിട്ടുള്ള റെസിസ്റ്റൻസും. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് കാര്യങ്ങൾ പ്ലാൻ ചെയ്തോട്ടാ. പിന്നെ 177-200 കോൾ ഓപ്ഷൻ്റെ മെയിനായിട്ടുള്ള സപ്പോർട്ടുകൾ കേട്ടോ. അത് നോക്കി വെച്ചോ. 200, അത് കഴിഞ്ഞ് 310, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ മുകളിലേക്ക് വള ഏരിയകൾ 470 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 590-600 എന്നുള്ള റേഞ്ച് വരെയാണ് 200 സിക്ക് പോസിബിലിറ്റി ഉള്ളത്. ആ 200 സി ഇപ്പോഴത്തെ റേഞ്ച് അറിയില്ലേ, 400 രൂപ തന്നെ നാളെ കിട്ടണമെന്ന് വെച്ചെങ്കിൽ മാർക്കറ്റ് എത്രയിൽ അവസാനിക്കണമെന്ന് അറിയില്ലേ. 77-600 അവസാനിച്ചാൽ മാർക്കറ്റിൽ ഈ നിൽക്കണ ഫണ്ട് ആവുള്ളൂ. അതായത് 400 രൂപ തന്നെ ബൈ ചെയ്തവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ടൈം ടേക്ക് എന്നുള്ള അറിയാമല്ലോ. അപ്പോൾ വാല്യൂ ഇപ്പോൾ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രൻസിക് വാല്യൂ അറിയാമല്ലോ. ഇൻട്രൻസിക് വാല്യൂ ഉള്ളത് ചെറിയൊരു എമൗണ്ട് ഉള്ളൂ. ഓക്കെ, 470 രൂപ പറഞ്ഞാൽ 77,000 നിൽക്കണത്. അപ്പോൾ ഇൻട്രൻസിക് വാല്യൂ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ്. ഓക്കെ, അപ്പോൾ 0 ആയിട്ടാണ് നിൽക്കണത്. ടൈം വാല്യൂ ഇല്ല, ഇൻട്രൻസിക് വാല്യൂ ഇല്ല. അങ്ങനെയാണ് ഒരു പൊസിഷൻ നിൽക്കണത് കേട്ടോ. അപ്പോൾ അത് കയറി ചെയ്തിട്ട് ഒന്ന് ചെയ്യാം. ഓക്കെ, അതുപോലെ 77,000 പുട്ട് ഓപ്ഷൻ്റെ ഏരിയകളാണ് കേട്ടോ. 209 ഒരു സപ്പോർട്ടാണ്. പിന്നെ മുകളിലേക്ക് ഇതൊക്കെ റെസിസ്റ്റൻസ് ആണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ചാൻസ് കുറവാണ്. കാലത്ത് ആ മൂവ്മെൻറ്റിൽ ഉണ്ടാവണ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ബയ്യിങ്ങുള്ള ഓപ്പർച്യൂണിറ്റി മുകളിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ കെയർഫുള്ളായിട്ട് എടുക്കുക. അടിയിൽ വന്നിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ബയ്യിങ്ങുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഓക്കെ, ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അതായത് ഇഷ്ടമുള്ള കോൾ ഓപ്ഷനുകൾ ചൂസ് ചെയ്തിട്ട് ഇതേപോലെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് വെക്കാം. നാളേക്ക് എടുക്കാനുള്ള അതും സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനുള്ള ഓപ്ഷനുകൾ നോക്കി വയ്ക്കാൻ പറ്റും. ഓക്കെ, അതായത് പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും രണ്ടും എടുത്ത് ഇതിപ്പോൾ ഒരു 200 പോയിൻ്റ് വ്യത്യാസമുള്ള എടുത്തിട്ടാണ് ഞാൻ ഒന്ന് അനലൈസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ നോക്കിയിട്ട് അനലൈസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ടൈം വാല്യൂ, ഇൻട്രൻസിക് വാല്യൂ, അത് 2 ദിവസം കൊണ്ട് നമുക്ക് മൂവ്മെൻറ്റ് കിട്ടിയില്ല വെച്ചെങ്കിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ അതൊക്കെ എപ്പോഴും ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഓപ്ഷൻ ചെയിനാണ്. ഓപ്ഷൻ ചെയിൻ നോക്കി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ഇപ്പോൾ അതിൽ കണ്ടില്ലേ നമ്മൾ 77,000, അതായത് ബി എസ് സിയുടെ മാർക്കറ്റിനെ നമ്മൾ സ്ട്രക്ചർ നോക്കിയപ്പോൾ നമുക്ക് കണ്ടില്ലേ 77,000 പുട്ട് ഓപ്ഷൻ കണ്ടില്ലേ. നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് അതേ റേഞ്ച് അളവിൽ തന്നെ കോൾ ഓപ്ഷനും ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാനുണ്ട്. ഓക്കെ, രണ്ടിലും ഒരേപോലെ ഉള്ള ഒരു റേഞ്ചിലാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. അപ്പോൾ രണ്ടും മുകളിലേക്കും താഴേക്കും പോകാനും അതായത് ചെറിയ റിസ്ക്കുള്ള രീതിയിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ,
ഇനിയിപ്പോൾ ഈ 500 രൂപ നിൽക്കണില്ലേ, 500 രൂപ നിൽക്കണത് നമുക്ക് 500 രൂപ കിട്ടണം വെച്ചെങ്കിൽ മാർക്കറ്റ് എത്രയിൽ അവസാനിക്കണം? 77,500 അവസാനിക്കണം. ഓക്കെ, അപ്പോൾ അതിന് പോസിബിലിറ്റി ഇല്ല എന്നുള്ള ഒരു തോന്നലുള്ള കാരണം കൊണ്ടാണ് ഈ 500 നിൽക്കുന്നത്. അതിപ്പോൾ 77,200 ഇതിൽ 300 രൂപ പ്രോഫിറ്റായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി അതിന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അവർ നോക്കണ തോട്ടുകളുണ്ടാവുക. ഓക്കെ, അതായത് വലിയ വലിയ സെല്ല് ചെയ്യണവരും വലിയ ഇൻവെസ്റ്റേഴ്സൊക്കെ നോക്കണ പാക്കേജുകൾ അതൊക്കെയാണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ 77,500 വരെ സീറോ ആവണം. 77,000 നിൽക്കുന്നത് 77,500 ആയാലാണ് ഈ 500 രൂപ ഉണ്ടാവുള്ളൂ. അപ്പോൾ 77,500 വരെയുള്ളത് സീറോ ആവണം. അപ്പോൾ അവർ ഹെഡ് ചെയ്തിട്ട് പാക്കേജുകൾ ചെയ്തിട്ടുണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ മൂവ് ചെയ്യുക. ഇനി സെല്ലിങ്ങിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഐഡിയ പറയാം കേട്ടോ. സെല്ലിങ് കണ്ട 76,500 താഴെ എത്ര പോയിൻ്റാണ്? 150, 132, 114, അങ്ങനെ എത്ര പോയിൻ്റുകളാണെന്നറിയോ? ഇതൊക്കെ സെല്ല് ചെയ്യാനായിട്ട്, റിസ്ക് കുറഞ്ഞിട്ടുള്ള സെല്ല് ചെയ്യാനായിട്ട്, നാളത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ ക്യാച്ച് ചെയ്ത് സെല്ല് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥിര വരുമാനം പോലെ കിട്ടാനുള്ള ഒരു പാക്കേജുള്ള സാധനമാണ് സെൻസെക്സ്. അത് കാരണമാണ് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും സെൻസെക്സിനെ കുറിച്ചിട്ട് ഞാൻ ഒരു ഐഡിയ തരാമെന്ന് വിചാരിക്കുന്നത്. അത് പഠിച്ച് വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരു സ്ഥിര വരുമാനത്തിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആ 2 ദിവസം ചെയ്യാം. ആ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ഒരു 50 പോയിൻ്റ് അങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞു. അത് ഏത് ടൈമാണെന്നുള്ളത് നോക്കണ്ട. അതുപോലെ തന്നെ ലോസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. ചെറുത് പോയിട്ട് എടുത്തിട്ട് മൂവ്മെൻറ്റ് നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വ്യാഴാഴ്ച എക്സ്പയറി ഇതൊന്ന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് കുറച്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെല്ലിങ്ങിന് ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വരും. എല്ലാ ആൾക്കാരും വ്യാഴാഴ്ച എക്സ്പയറി ഡേ എന്നാണ് ഇതിൽ സെല്ലിങ്ങിന് കൂടുതൽ ഇൻവോൾവ് ആവുന്നത്. അത് കാരണം ബുധനാഴ്ച ദിവസങ്ങളിൽ കുറച്ചും കൂടി നമുക്ക് ചാൻസ് ഉണ്ടാവും. ബുധനാഴ്ച പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ വ്യാഴാഴ്ച അതിനെ വെച്ചിട്ട് റിസ്ക് വെച്ചിട്ട് നോക്കിയിട്ട് വ്യാഴാഴ്ചയും പിടിക്കാൻ പറ്റും. അപ്പോൾ ബുധനാഴ്ച പോസിബിലിറ്റി കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട്. വേണ്ട 78,500, 78,400, 78,000 വരെ കണ്ടില്ലേ? 78,000 നമ്മൾ കണ്ടില്ലേ നല്ല രീതിയിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഇത് 78,000 കടക്കാണ്ട് എന്തായാലും നോക്കും. അപ്പോൾ ആ റേഞ്ച് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ 125 രൂപ സീറോ ആയിട്ട് കിട്ടും അവർക്ക്. അതിനെ ഹെഡ് ചെയ്യാനായിട്ട് അവർ 61, 50 ഒക്കെ വെച്ച് കഴിഞ്ഞാലും അവർക്കൊരു 60 രൂപ ഫ്രീ ആയിട്ട് സിമ്പിളായിട്ട് കിട്ടും. മനസ്സിലായില്ലേ? ചിലവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലും ബൈയും സെല്ലും ചെയ്യും, ഓപ്പോസിറ്റും ബൈ സെല്ലും ചെയ്യും. അതിന് പറയാം അയോൺ കൗണ്ടർ എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റം ചെയ്തിട്ട് സിമ്പിളായിട്ട് ഫണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് സെൻസെക്സ്. അപ്പോൾ ഇതൊക്കെ പഠിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അത് പഠിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പഠിക്കണമെന്നൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ട്രക്ചറിൽ ട്രേഡിങ്ങിൻ്റെ മെക്കാനിസം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നാളേക്കുള്ള സെൻസസിൻ്റെ ഒരു ബേസിക് ഐഡിയ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കി മാർക്കറ്റിനെ പ്ലാൻ ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, എല്ലാവരും സക്സസ് ആവുക.